പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി 50% വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും 2000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തികൾ വിവാഹത്തിനും മറ്റാഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. തേവൂരത്തിൽ ശ്രീ ദുർഗാദേവി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കമായി. തേവൂരത്തിൽ ശ്രീ ദുർഗാദേവി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ 10-നും 10:30-നും അകം താഴികക്കുട പ്രതിഷ്ഠയുണ്ടായിരുന്നു. കലശാഭിഷേകവും ആരതിയും നടന്നു. വൈകിട്ട് 5-ന് പ്രസാദപൂജ, മുളയിടൽ, പുണ്യാഹം, വൈകിട്ട് 6-ന് ഭക്ഷോഹണം, വാസ്തുഹോമം, വാസ്തുബലി, പുണ്യാഹം, പത്മത്തിൽ അഭിഷേകം എന്നിവയും ഉണ്ടായിരുന്നു. 976 നമ്പർ SNDP ശാഖയുടെ ശാഖവക തേവൂരത്തിൽ ശ്രീ ദുർഗാ ഭഗവതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ 2004 മഹോത്സവം 2024 മഹോത്സവം മെയ് മാസം 4-ാം തീയതി കൊടികേറി 10-ാം തീയതി ആറാട്ടു ഉത്സവത്തോടുകൂടി സമാപിക്കുകയാണ്. ഈ ക്ഷേത്ര ചടങ്ങുകൾക്കും ഈ മഹോത്സവത്തിനും കാർമ്മികത്വം വഹിക്കുന്നത് മൂത്തകുന്നം സൂതൻ തന്ത്രി അവർകളും മേൽശാന്തി ഷമിൽ ശാന്തിയും സഹശാന്തിമാരുമാണ്. ക്ഷേത്രം തന്ത്രികൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അനവധി പ്രയത്നങ്ങളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തോടനുബന്ധിച്ച് വിഷ്ണുമായ സ്വാമിയുടെ ഒരു ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. 4-ാം തീയതിയും 5-ാം തീയതിയുമായിട്ട് അതിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ്. അതിനെല്ലാം നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രം തന്ത്രികളാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ശാഖാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ ഒരു നന്ദി രേഖപ്പെടുത്തുക ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നടക്കുന്ന ഈ മഹോത്സവത്തിൽ ഇന്നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെയ് 4-ാം തീയതി രാത്രി 7:15-നും 8-നും മധ്യേയാണ് കൊടിയേറ്റം. ബ്രഹ്മശ്രീ മുത്തകുന്നം NK സുഗതൻ തന്ത്രിയുടെയും ഷമിൽ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത്. മെയ് 10-ന് ഉത്സവം സമാപിക്കും. ഉദാഹരണത്തിന് വെച്ച് നല്ലൊരു മനോഹരമായ ക്ഷേത്രം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പണി കഴിപ്പിക്കാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങളോടും നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി കഴിഞ്ഞതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും തന്നെ. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ എല്ലാവിധത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഉത്സവം ഇത്ര ഭംഗിയാക്കുന്നത്. ഈ വർഷവും അഞ്ചാനയുടെ മഹോത്സവം മെയ് 10-ാം തീയതി കൊണ്ട് 9-ാം തീയതി നമ്മുടെ അന്നദാനം, മഹാ അന്നദാനം 3000 പേർക്കുള്ള അന്നദാനം ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാ ഭക്തജനങ്ങളും നാനാദിക്കിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാഗേശ്യമ്മയുടെയും നാഗരാജാവിൻ്റെയും കളം 2 ദിവസമുണ്ട്. ഈ കളത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എവിടെ മറ്റുള്ള സ്ഥലത്ത് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. കാരണം ഇല്ലാത്തവർക്ക് പുത്രന്മാരുണ്ടാകുകയും അതോടൊപ്പം തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക ഐശ്വര്യമുള്ള ഒരു കാവാണ് നമ്മളുടെ കാവ്. അപ്പോൾ ആ കാവും സർക്കാർ തലത്തിലും അംഗീകരിച്ചിട്ടുള്ള കാവാണ്. അത് ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ പേരിൽ നമ്മൾക്കും വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ വിഷ്ണുമായ മുത്തപ്പൻ്റെ കളം നമ്മൾ കൊടുക്കുമ്പോൾ അതിനും ഒരുപാട് ആൾക്കാർ മുത്തപ്പൻ ന്യൂസ് ബ്യൂറോ പറവൂർ.